DJ Moral Stories. മരുമകളായി ജലദേവത. രാധികയുടെ കല്യാണം ഓംകാറിനോടൊപ്പം നടന്നു. രാധിക ഒരു പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിയാണ്. പിന്നെ അവളുടെ ദാരിദ്ര്യം കാരണം അവൾ അവളുടെ വീട്ടിൽ നിന്നും വലുതായൊന്നും കൊണ്ടുവന്നില്ല. അതുകൊണ്ട് അവളുടെ അമ്മായിയമ്മ മനോരമ, അമ്മായിയച്ഛൻ നരേഷ്, അനിയൻ അനിയത്തി ഇന്ദർ, പിന്നെ ഐശ്വര്യ പാവം അവളെ ഒരുപാട് മോശമായി നടത്തി. ഓംകാർ സിറ്റിയിൽ ജോലി ചെയ്യുകയാണ്. അതുകൊണ്ട് അദ്ദേഹം കല്യാണം കഴിഞ്ഞ് 1 മാസത്തിൽ തന്നെ സിറ്റിയിലേക്ക് പോയി. ആ വീട്ടിൽ കാശുണ്ടാക്കുന്ന ഒരേയാൾ ഓംകാർ മാത്രമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ അനിയൻ ഇന്ദർ എപ്പോഴും ദൂർത്തടിച്ചുകൊണ്ടിരിക്കും. എടീ മരുമകളെ രാധികേ, ആഹാരം ഇപ്പോഴെങ്കിലും കിട്ടുവോ അതോ അടുത്ത ജന്മത്തിലെ കിട്ടത്തുള്ളോ? എന്നോട് ക്ഷമിക്കൂ അച്ഛാ. അമ്മേ, ഇതാ നിങ്ങൾക്കുള്ള ആഹാരം. അനിയ ഐശ്വര്യ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് കടലമാവ് ബർഫി ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം. ഇന്ന് കുറച്ച് സമയമുണ്ടായിരുന്നു, അതുകൊണ്ട് ആ പായസവും കടലമാവ് ബർഫിയും ഞാൻ ഉണ്ടാക്കിയത്. ഹേടത്തി, നിങ്ങൾ ചെയ്ത ഫുഡൊക്കെ ഒരു ഭാഗത്ത് ഇരിക്കട്ടെ, പക്ഷെ ഈ മധുരല്ലേ നിങ്ങൾ എന്ത് ഫോർമുല ചെയ്തെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. അത് എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ടാ. എടീ മരുമകളെ, നീ ഒന്ന് കേക്ക്. നിന്റെ അപ്പനെ എന്റെ പേരിലെ പാൽ ഫാക്ടറിയാണോ എഴുതി വെച്ചിരിക്കുന്നേ? സ്ത്രീധനമായിട്ട് ഒരു വെള്ളി സ്പൂൺ പോലും കൊടുക്കാൻ നിവൃത്തിയില്ല. എന്നാൽ ഇവിടെ നിന്റെ ഭർത്താവിന്റെ സമ്പാദ്യം മുഴുവൻ നീ നശിപ്പിക്കാൻ വന്നിരിക്കണോ? പാവപ്പെട്ടവളല്ലേ, നീ അതുപോലെ തന്നെ അങ്ങ് നടന്നോ. ഒരുപാട് നെകളിക്കാതെ, അല്ലെങ്കിലേ നിന്റെ കാലും കൈയും ഒടിച്ചുവിടും ഞാൻ. ശരി അമ്മേ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മനോരമയുടെ ഫ്രണ്ട്സൊക്കെ വീട്ടിലേക്ക് വന്നപ്പോൾ അവർ രാധികയുടെ മുഖത്തു നോക്കി എന്തു പറഞ്ഞെന്നാൽ, അത് ശരി മനോരമ, നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുള്ള ഈ ഗസ്റ്റൊക്കെ ആരാണ്? ഒരുപക്ഷെ നിങ്ങളുടെ മൂത്ത മകൻ ഓംകാർക്ക് കല്യാണം കഴിച്ചോണ്ട് വന്ന പെണ്ണാണോ? അത് കൊള്ളാലോ മനോരമേ, നീയാള് ശരിക്കും ഒരു മിടുക്കി തന്നെയാ. ഇരു ചെവി അറിയാതെ നീ കാര്യം നടത്തിയെടുത്തല്ലോ. നിന്റെ മകന് കല്യാണം നടന്ന വിഷയം നീ ആരെ അറിയിച്ചില്ല അല്ലേ? അയ്യോ, അങ്ങനെയല്ല. അയ്യോ, നിങ്ങൾക്കെല്ലാവർക്കും ഒന്നും മനസ്സിലായിട്ടില്ലെന്നാ തോന്നുന്നേ. ഇങ്ങനെ 10 പൈസയ്ക്ക് പോലും ഗതിയില്ലാത്ത ഒരു പാവപ്പെട്ടവളെ എനിക്കെങ്ങനെ മരുമകളായിട്ട് വരും? ഇത് എന്റെ വീട്ടിലെ വേലക്കാരിയാ. എന്റെ മകൻ ഓംകാർക്ക് പെണ്ണ് ഇതുവരെയ്ക്കും ഞാൻ നോക്കിയില്ല. എന്റെ മകനെ ഒരു പണക്കാരി പെണ്ണിനെ നോക്കിയിട്ട് വേണം എനിക്ക് കല്യാണം കഴിപ്പിച്ചു വെക്കാൻ. ഓ, അതാണോ കാര്യം? ഞാനും കരുതിയതാ. അപ്പൊ എന്റെ അമ്മ പറഞ്ഞത് സത്യം തന്നെയാ. ഇതെന്റെ സൗന്ദര്യമുള്ള മുഖമാണേ സത്യം. മനോരമ അവരുടെ കൂട്ടുകാരുടെ മുൻപേ വെച്ച് രാധികയെ അപമാനപ്പെടുത്തി സംസാരിച്ചത് രാധികയ്ക്ക് വല്ലാതെ വിഷമമായി. അവൾ തന്റെ റൂമിനകത്തേക്ക് ചെന്ന് ഏങ്ങി കരഞ്ഞു. പാവം അവള് മനസ്സിലുള്ള കാര്യങ്ങൾ തന്റെ ഭർത്താവ് ഓംകാറിനോട് പോലും പറയാനായില്ല. കാരണം അവൾക്ക് തനിയെ ഫോണുമില്ല, ഓംകാറിന്റെ നമ്പറും അറിയില്ല. ഒരു ദിവസം മനോരമ ചില സാധനങ്ങൾ വാങ്ങിക്കാനായി രാധികയെ മറ്റൊരു സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. അവൾ തിരികെ വരുമ്പോൾ കാട്ടുവഴിയിൽ കൂടി നടന്നു വന്നു. അവൾ അങ്ങനെ നടന്ന് ക്ഷീണിച്ചു പോയി. എന്റെ തൊണ്ട വല്ലാതെ വറ്റി വരണ്ടു. ഇവിടെ എങ്ങും അടുത്ത് ഒരിറ്റ് വെള്ളം കിട്ടുമെന്ന് തോന്നുന്നില്ല. ദൂരെ ഏതോ പുഴ ഒഴുകുന്ന പോലുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, ഒന്ന് അവിടം വരെ പോയി നോക്കാം. രാധിക അല്പം നടന്ന് മുൻപിലേക്ക് ചെന്നു. അപ്പോഴാണ് അവൾ കണ്ടത് ഒരു പുഴയിൽ ഒരുപാട് വെള്ളമുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വെള്ളം അവൾ കുടിച്ചു. അവൾ ആ വെള്ളം കുടിച്ചതും തന്നെ അവൾ ജലദേവതയായി മാറി. അവൾ അതിശയത്തോടെ തന്റെ ജലദേവതയുടെ രൂപം നോക്കി. അപ്പോൾ വെള്ളത്തിനകത്തു നിന്നും ജലദേവത ലോകത്തുള്ള ജലദേവതകൾ അവളെ വാഴ്ത്തി സ്വാഗതം ചെയ്തു. എന്നിട്ട് അവളോട് പറഞ്ഞു, രാധിക, ഇപ്പൊ നീ പഴയ പോലൊരു സാധാരണ പെൺകുട്ടിയല്ല. നീ ഇപ്പോൾ ഒരു മത്സ്യകന്യകയാണ്. നിന്റെ ഉള്ളിൽ ഒരുപാട് മായശക്തികളുണ്ട്. നീ ഒരു മാന്ത്രിക ദേവതയാണ്. എന്നാൽ അതെങ്ങനെയാ സാധ്യാവുക? ഈ പുഴയിലുള്ള ഈ വെള്ളം? അതെ രാധിക, ഈ പെണ്ണ് ഒരു ശപിക്കപ്പെട്ട കോലം കെട്ട പെണ്ണാ. ഇവിടെ ആരും വരത്തില്ല. എന്നാൽ ഇത് കാട്ടിന്റെ പുറത്തുള്ള ഒരു മരത്തിന്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുക. എന്നാൽ ഈ കോലത്തിന്റെ ഒരു മന്ത്രം വെള്ളം ആരെങ്കിലും കുടിച്ചാലുണ്ടല്ലോ, അവള് കടൽ തണ്ണിയോ അവൾ ഒരു ജലദേവതയോ ആയി മാറിടും. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഞാൻ എങ്ങനെയാ വീണ്ടും മനുഷ്യനായി മാറുക?
മത്സ്യകന്യകയായി മാറിയ നീ ഇനി ഒരിക്കലും നിന്റെ പഴയ രൂപത്തിലേക്ക് മാറാനേ പറ്റില്ല. നീ ഒരു സമ്പൂർണമായ മത്സ്യകന്യകയാണ്. പിന്നെ നീ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിന്റെ കയ്യിലുള്ള മാന്ത്രിക ശക്തികൾ ഉപയോഗിച്ച് വേണമെങ്കിൽ കുറച്ചു നേരത്തേക്ക് മനുഷ്യരൂപം തന്നെ എടുക്കാവുന്നതാണ്. പക്ഷേ നിന്നെ കൊണ്ട് ഒരുപാട് നേരത്തേക്കൊന്നും കരയിൽ ജീവിക്കാൻ പറ്റുന്നതല്ല. എന്ന് വെച്ചാൽ മത്സ്യകന്യകമാർ ജലത്തിൽ മാത്രമാണ് ഒരുപാട് നേരം ജീവിക്കാൻ കഴിയുക. രാധിക ആകെ അതിശയിച്ചു പോയി. അവൾക്കൊന്നും മനസ്സിലായില്ല. ഇനി എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ടെന്നൊന്നും മനസ്സിലായില്ല. അവൾ തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് സ്ത്രീയായി മാറി. എന്നിട്ട് അവൾ വീട്ടിലേക്ക് തിരികെ വന്നു. പക്ഷെ അവൾ ഒരുപാട് സമയം കരയിലിരിക്കുന്നത് കൊണ്ട് അവൾക്ക് ശ്വസിക്കാൻ അല്പം കഷ്ടം തോന്നി. ഇല്ല, എനിക്ക് ശ്വാസം വിടാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നു. വെള്ളം വെള്ളം വെള്ളം. അവൾ ഇങ്ങനെ നേരെ ബാത്റൂമിലേക്ക് ചെന്ന് അവിടെ വെള്ളത്തിൽ ഇരിക്കും. ഇപ്പോൾ അവൾ ദിവസവും 10 പ്രാവശ്യമെങ്കിലും വെള്ളത്തിൽ ചെന്ന് ഇരിക്കും. കാരണം അവളുടെ ശക്തികൾ തറയിലിരിക്കുമ്പോൾ പ്രവർത്തിക്കില്ല. പിന്നെ അവൾക്ക് ശ്വാസം വിടാനും ആകില്ല. പതുക്കെ പതുക്കെ രാധിക ഇടയ്ക്കിടയ്ക്ക് ബാത്റൂം പോകുന്നത് ആലോചിച്ച് ഐശ്വര്യയ്ക്ക് സംശയം തോന്നി. അവൾ ഒരു ദിവസം തീരുമാനിച്ചു, ഈ രാധിക ഒരു ദിവസം 10 പ്രാവശ്യമെങ്കിലും ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഇവളെ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ന് അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ഉറപ്പായിട്ടും കണ്ടുപിടിക്കുന്നതാണ്. ഇതിന്റെ സൗന്ദര്യമുള്ള മുഖമാണ് സത്യം. എന്നിട്ട് ഐശ്വര്യ രാധികയുടെ ബാത്റൂം കതക് പതുക്കെ തുറന്നു. അപ്പോഴാണ് അവൾ ജലദേവതയായി മാറി വെള്ളത്തിൽ നീന്തിക്കൊണ്ടിരുന്നത് കണ്ടത്. രാധിക ജലദേവതയുടെ രൂപത്തിലിരിക്കുന്നത് കണ്ടിട്ട് ഐശ്വര്യ ആകെ അതിശയിച്ചു പോയി. അയ്യോ അയ്യടാ, ഇതെന്താ? ഈ രാധിക ഒരു മത്സ്യകന്യകയാണോ? പക്ഷെ ഇത് എങ്ങനെയാണ് സംഭവിക്കുക? എങ്ങനെയോ ഞാൻ ഇപ്പൊ തന്നെ പെട്ടെന്ന് പോയി ഈ കാര്യത്തെ അച്ഛനോടും അമ്മയോടും പിന്നെ ഇന്ദ്രനോടും പറഞ്ഞേ പറ്റൂ. അതെ, എന്റെ സൗന്ദര്യമുള്ള മുഖമാണ് സത്യം. ഐശ്വര്യ ഉടനെ ചെന്ന് എല്ലാരോടും രാധിക ജലദേവതയായി മാറുന്ന കാര്യം പറഞ്ഞു. എന്ത്, മൂത്ത മരുമോള് ജലദേവതയാണെന്നോ? എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ ഒരുപാട് മാന്ത്രശക്തികൾ ഉണ്ടാകുന്ന തോന്നുന്നത്. ഇതാണ് ഒരു അത്ഭുതമായ ടൈം. ആ ജലദേവത രാധികയെ നമുക്ക് എങ്ങനെയെങ്കിലും കയ്യിൽ ഒതുക്കണം. അപ്പോഴാണ് അവിടെ കയ്യിലിരിക്കുന്ന മായശക്തിയെ വെച്ച് നമുക്ക് വലിയ പണക്കാരാകാൻ പറ്റും. വാ. മനോരമയും വീട്ടിലുള്ള മറ്റുള്ളവരും ഉടനെ രാധികയുടെ അടുത്തേക്ക് ചെന്നു. രാധിക അവളുടെ ഭർത്താവിന്റെ വീട്ടിലുള്ള എല്ലാരെയും ഒന്നിച്ചു കണ്ടിട്ട് പേടിച്ചു പോയി. നിങ്ങളെല്ലാവരും എന്താ ഇവിടെ? ഇനി നീ ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല രാധിക. എന്നാ നീ ജലദേവതയായി മാറിയിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി. രാധിക ഇപ്പോൾ നല്ല വശമായി കുടുങ്ങി. അവളെ കൊണ്ട് ഒന്നും ചെയ്യാനായില്ല. വീട്ടിലുള്ള എല്ലാവരും അവളെ ഒരു വലയിലാക്കി ഒരു വലിയ ഫിഷ് ടാങ്കിനകത്ത് ഇട്ടുവെച്ചു. നിങ്ങളെല്ലാവരും കൂടി എന്നെ എന്തിനാ ഇങ്ങനെ ജയിലിൽ അടച്ചു മരി പിടിച്ചു വെച്ചിരിക്കുന്നേ? എന്നെ തുറന്നു വിട്. ഞങ്ങള് നിന്നെ അങ്ങനെ പെട്ടെന്നങ്ങ് വിട്ടുകളയോ രാധികേ? നീ ഒരു ജലദേവത. നിന്റെ കയ്യിലേ ഒരുപാട് മായശക്തികളുണ്ട്. ഇപ്പോ നിന്റെ ശക്തികൾ മൂലം ഞങ്ങളെ വലിയ പണക്കാരാക്കണം. ഞങ്ങൾക്ക് കുറെ സ്വർണം വേണം, അതും ഇപ്പൊ തന്നെ. എന്നാൽ ഇതൊക്കെ വലിയ തെറ്റാണമ്മേ. ഏതാണ് തെറ്റ് ഏതാണ് ശരിയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? അവരെന്താ പറയുന്നത് വെച്ചാൽ അത് നോക്കി ചെയ്തുകൂടെ? നിനക്ക് പറയുന്നത് മാത്രം അനുസരിച്ചാ മതി. അതെ, ഇല്ലെങ്കിൽ നിന്റെ ജീവൻ ഇപ്പൊ തന്നെ ഞങ്ങൾ എടുക്കുന്നതാണ്. അതെ, ഇതിന്റെ സൗന്ദര്യമുള്ള മുഖമാണ് സത്യം. രാധിക അവർ പറഞ്ഞതൊന്നും കേട്ടില്ല. എന്നിട്ട് അവളുടെ മാന്ത്രിക ശക്തി ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്റെ മാന്ത്രിക ശക്തികളെ ഒന്നും തെറ്റായ ഒരു കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കില്ല. മാത്രമല്ല, നിങ്ങൾക്കൊന്നും അതിനുള്ള യാതൊരു അർഹതയുമില്ല. അങ്ങനെയാണോ? ശരി. ഇന്ദർ മോനെ, അവിടെ ഗണ്ണിരിപ്പുണ്ടല്ലോ, അതിഞ്ഞെടുത്തിട്ട് വാ. ഇപ്പൊ തന്നെ ഞാന് ഈ രാധികയെ ഞാൻ വെടിവെച്ചു കൊല്ലും. ഇത് തന്നെയാ ഞാൻ വിചാരിച്ചത്. അതെ, എന്റെ സൗന്ദര്യമുള്ള മുഖമാണ് സത്യം. ശരിയമ്മേ. ഇന്ദർ പിസ്റ്റൾ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ടത് മനോരമയുടെ കയ്യിൽ നൽകി. ഇതാ പിടിച്ചോളൂ അമ്മേ. ഇനിയും ടൈമുണ്ട്. ഞാൻ പറഞ്ഞത് പോയി പെട്ടെന്ന് ചെയ്യേ, ഇല്ലെങ്കിലേ നിന്നെ ഞാൻ വെടിവെച്ചു കൊല്ലും. ഞാൻ തീരുമാനിച്ച തന്നെയാ.
നിങ്ങളുടെ തെറ്റായ തീരുമാനങ്ങൾ നിറവേറ്റാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മന്ത്രശക്തികൾ ഉപയോഗിച്ച് ഞാൻ നിങ്ങൾക്കൊന്നും തന്നെ തരില്ല. ഇനി അതിനുള്ള ശിക്ഷ മരണമാണെങ്കിൽ ഭയക്കാതെ എന്നെ കൊന്നോളൂ നിങ്ങൾ. അത് ശരി, അങ്ങനെ ചാകാനാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ചത്തുപ്പോ. മനോരമ പിസ്റ്റലെടുത്ത് ചുടാൻ പോവുകയായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് ഓംകാറും പോലീസ് ഇൻസ്പെക്ടറും വന്നത്. ഒന്ന് നിർത്താവോ? എന്റെ രാധികയ്ക്ക് വല്ല പ്രശ്നമാണെങ്കിൽ ഞാൻ ആരെയും വെറുതെ വിടില്ല. ഓംകാർ, നീയോ? മത്സ്യകന്യക ഒരു ജീവൻ തന്നെയാ. അവളുടെ ജീവൻ ഒരു അപകടവും വരാൻ ഞാൻ സമ്മതിക്കില്ല. അവളെ കഷ്ടപ്പെടുത്തുന്നതും അവളുടെ ജീവൻ എടുക്കാൻ നോക്കുന്നതും വലിയൊരു തെറ്റ്. അറിയാവോ? ഇവർ ചെയ്ത തെറ്റിന് ഇവരെല്ലാരും നിങ്ങൾ അറസ്റ്റ് ചെയ്യണം ഇൻസ്പെക്ടർ സർ. പോലീസ് ഇൻസ്പെക്ടർ എല്ലാരെയും അറസ്റ്റ് ചെയ്തു. എന്താ ഇത്? നിങ്ങൾ എങ്ങനെയാ ഈ വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയത്? ഇതൊക്കെ തലവിധിയിലൊരു കാര്യമാണ് രാധിക. എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. പക്ഷെ ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടതിന് ശേഷം സഹിക്കാൻ പറ്റാണ്ട് ഞാൻ അവസാനം പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു. ഇവിടെ ഇരുന്ന് എല്ലാവരും സംസാരിക്കുന്നൊക്കെ ഞാൻ കേട്ടോണ്ട് തന്നെ ഇരുന്നേ. അതെ, നിങ്ങൾ ശരിക്കും വളരെ നല്ലൊരാളാ. രാധികയും ഓംകാറും രണ്ടുപേരും ആ ദൈവികമായ കുളത്തിനരികിലേക്ക് ചെന്നു. എന്നിട്ട് ഓംകാർ രാധികയോട് എന്തു പറഞ്ഞെന്നാൽ, എന്നെ കൊണ്ട് ഒരു കാര്യം ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അറിയാവോ? എന്റെ കുടുംബത്തിലുള്ളവര് അത്യാഗ്രഹം കൊണ്ട് എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്ന് അറിയാവോ? എന്റെ കുടുംബത്തിന്റെ മീത് ഞാൻ വെച്ച വിശ്വാസം എല്ലാം നശിച്ചു പോയി രാധിക. ഈ കുളത്തിൽ വരുന്ന വെള്ളം കുടിച്ച് ഞാനും അല്ല അങ്ങോട്ടെ, ഞാനൊരു മത്സ്യകന്യകനായിട്ട് മാറാൻ പോവാ. ഞാൻ നിന്റെ ഒപ്പം ചേർന്ന് അങ്ങോട്ട് മത്സ്യകന്യകയുടെ ലോകത്തോട്ട് നമുക്കൊരു പുതിയ ജീവിതം ആരംഭിക്കാൻ രാധിക. അങ്ങനെ തന്നെ നടക്കട്ടെ. ഓംകാർ ആ കുളത്തിലുള്ള മാന്ത്രിക വെള്ളം കുടിച്ചു. അദ്ദേഹവും ഒരു ജലദേവനായി മാറി. അതിനുശേഷം അദ്ദേഹവും ജലദേവതയായ രാധികയും രണ്ടുപേരും ഒന്നിച്ച് കുളത്തിനടിയിൽ ജലദേവതയുടെ ലോകത്ത് ജീവിക്കാൻ തുടങ്ങി.